ഹായ്, ഞാൻ നിങ്ങളെ സ്വന്തം ഡിഫൈ. നോയമ്പ് മാസമായിട്ട് എല്ലാ ഫോട്ടോഗ്രാഫീസും വീഡിയോഗ്രാഫീസും എല്ലാം നല്ല റെസ്റ്റിലാണ്. വിവാഹങ്ങൾക്കും ചെറിയ ചെറിയ ചടങ്ങുകൾക്കൊക്കെ ചെറിയൊരു ഇടവേളയാണ്. നല്ല നല്ല ഡേറ്റുകളുള്ള ഒരുപാട് നല്ല ദിവസങ്ങളാണ് 2025 നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2024 സെപ്റ്റംബർ 8 എന്ന് പറഞ്ഞൊരു ഡേറ്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവത്തില്ല. ആ ഡേറ്റിൽ ഫോട്ടോഗ്രാഫീസിനെയും വീഡിയോഗ്രാഫീസിനെയും കിട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണം കഴിച്ച ഒരുപാട് പേര് റീൽ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരോട് ഞാൻ എടുത്തു പറയുകയാണ്, ഇനി വരാൻ പോകുന്നവരോട് നിങ്ങൾ പറയുക, ഇനിയുള്ള മുന്നോട്ടുള്ള കല്യാണ ഡേറ്റുകൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ പരിചയത്തിലുള്ളവരോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ അവരുടെ ഡേറ്റുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് പറയുക, എത്രയും വേഗം നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ നല്ല വെഡ്ഡിംഗ് കമ്പനീനെയും നിങ്ങൾ സെലക്ട് ചെയ്ത് അവർക്ക് വർക്ക് കൊടുക്കൂ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, വർക്ക് എടുത്തതിന് ശേഷം ഫോട്ടോയും വീഡിയോയും കിട്ടുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അത് എനിക്ക് പേഴ്സണലി കമൻറ്റ് വരുന്നുണ്ട്, അല്ലാതെ മെസ്സേജുകളായിട്ട് വരാറുണ്ട്. അതിനൊക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, നിങ്ങൾ ഫോട്ടോഗ്രാഫി ബന്ധമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫി വർക്കുകൾ കൊടുക്കുന്നുണ്ട് സംഭവിച്ചു പോകുന്ന ചില പ്രശ്നങ്ങളാണ്. കല്യാണത്തിന് മറ്റ് പരിപാടികൾക്ക് വരുന്നവർ ഫോട്ടോഗ്രാഫി ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നിന്ന് വർക്ക് ചെറിയ 20,000 15,000 രൂപയ്ക്കൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോയിട്ടാണ്. അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. പിന്നെ അവർ ആ വർക്ക് തരാനൊന്നും പോകുന്നില്ല. അന്നത്തെ ആ പേയ്മെൻറ്റ് മേടിച്ച് അവരങ്ങ് മുങ്ങുകയാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമാണ്. സ്റ്റുഡിയോ ആൾക്കാർ, വെഡ്ഡിംഗ് കമ്പനിയായിട്ടിരിക്കുന്നവർക്ക്, ഇവർക്കൊക്കെ മാത്രം നിങ്ങൾ നിങ്ങളുടെ വർക്കുകൾ കൊടുക്കൂ. അല്ലാതെ കല്യാണത്തിന് പന്തൽ പണിയാൻ വരുന്നവർക്കും ആഹാരം പാചകം ചെയ്യാൻ വരുന്നവർക്കും ഒന്നും നിങ്ങളുടെ വർക്കുകൾ, ഫോട്ടോഗ്രാഫി വർക്കുകൾ കൊടുക്കാതിരിക്കും. തൊഴിൽ എല്ലാവർക്കും ഉണ്ട്, അവരവരുടെ തൊഴിൽ അവരവർ ചെയ്യട്ടെ. അത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ചെയ്തു തന്നിരിക്കും. ഫോട്ടോഗ്രാഫി മെയിൻ തൊഴിലായിട്ട് എടുത്ത ആൾക്കാർ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല. നിങ്ങളുടെ ഫോട്ടോയും വീഡിയോ ആൽബവും എല്ലാം നിങ്ങളുടെ കൈകളിൽ കിട്ടും. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ എനിവേ, താങ്ക് യു സോ മച്ച്.